നമസ്കാരം. മഞ്ചാടി ക്രിയേഷൻസ് ആൻഡ് അലീമ പ്രൊഡക്ഷൻസ്, അഷ്റഫ് പിലാക്കൽ, ഹസൻ മിയ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന ഹലോ ദുബായ്ക്കാരൻ എന്ന സിനിമയുടെ പുതുമുഖ സംവിധായകന്മാരാണ് ഞാൻ ഹരിശ്രീ യൂസഫ്, ഞാൻ ബാബുരാജ് ഹരിശ്രീ. ഇനി ബാബുരാജെ, എന്താണ് നമ്മുടെ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മുഴുനീള കോമഡി ചിത്രമാണ് എന്ന് ഞങ്ങൾ പറയുന്നു. പക്ഷേ അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും പറയാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ സിനിമയായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഈ സിനിമ വളർന്ന് ഇപ്പോൾ വലിയൊരു സിനിമയായി മാറിയിരിക്കുകയാണ്. കാരണം ഇതിൽ പ്രഗത്ഭരായ നടന്മാരാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഇതിൻ്റെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഫോർ ഡാൻസ് എന്ന TV പ്രോഗ്രാമിലൂടെ ജനലക്ഷങ്ങളെ കീഴടക്കിയ ആദിൽ ഇബ്രാഹിമാണ്. ഇതിന് രണ്ട് നായികമാരാണ് ആദിൽ ഇബ്രാഹിമിനുള്ളത്. ഒന്ന് മാളവിക മേനോൻ, മറ്റൊന്ന് നീരജ കോഴിക്കോട്. പിന്നെ ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നത് മുരളീരാമനാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പുലിയാണ്. കാരണം അദ്ദേഹം എഡിറ്റ് ചെയ്യുന്ന എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റാണ്. കാരണം പുലിമുരുകൻ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, അമർ അക്ബർ അന്തോണി ഇതെല്ലാം എഡിറ്റ് ചെയ്ത് സൂപ്പർ ഹിറ്റാക്കിയ നമ്മുടെ ജോൺ കുട്ടി എന്ന പുലിക്കുട്ടിയെയാണ് ഞങ്ങൾ ഈ സിനിമയിൽ എഡിറ്ററായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യമാണെങ്കിൽ പറയേണ്ട. അപ്പം നിങ്ങൾ ചോദിക്കും, ജഗതി പറഞ്ഞല്ലോ മ്യൂസിക് ഇല്ലേ? മ്യൂസിക് ഉണ്ട്. അതാരാണ് ചെയ്യുന്നത്? നമ്മുടെ പ്രിയങ്കരനായ മ്യൂസിക് ഡയറക്ടർ നാദിർ ഷാ. ഈ സിനിമ കണ്ട് ചിരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ പണി നിർത്തും. അതേ പറയാനുള്ളൂ. അഹങ്കാരമായിട്ട് കരുതരുത്. ഞങ്ങൾ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മാക്സിമം നോക്കും, അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തി, പക്ഷെ ഒരാളെ മാത്രം പരിചയപ്പെടാം. ഞാൻ മറന്നുപോയി. അതാരുമല്ല, ചിരിക്കുന്നുണ്ടാകും ആരാണെന്ന് കേൾക്കുമ്പോൾ. ഈ സിനിമയുടെ തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്നത് ഞാനാണ്, ഹരിശ്രീ യൂസഫ്. അതെ, എഴുതി പഠിച്ചു തുടങ്ങിയുള്ളൂ കേട്ടോ, കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? ഈ ഹലോ ദുബായ്ക്കാരൻ എന്ന സിനിമ നിങ്ങളെല്ലാവരും കാണണം, ആസ്വദിക്കണം, അനുഗ്രഹിക്കണം. നമസ്കാരം, എൻ്റെ പേര് ഹസൻ. ഇത് മിസ്റ്റർ അഷ്റഫ് പിലാക്കൽ. ഹരിശ്രീ യൂസഫും ഹരിശ്രീ ബാബുരാജും കൂടെ ഒന്നിച്ച് എടുക്കുന്ന പടമാണ്. അവരുടെ 5 വർഷത്തെ സ്വപ്നമാണ് ഇതിലൂടെ ഞങ്ങളീ പറയുന്ന കഥ. വളരെ ഹ്യൂമറായിട്ടുള്ളൊരു കഥയാണിത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടാനും എല്ലാവരെയും ചിരിപ്പിക്കുന്നതുമായൊരു കഥയാണിത്. അത് പ്രേക്ഷകർക്ക് അതേപോലെ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ ഈ പടം നിങ്ങളെല്ലാവരും വൻ വിജയമാക്കി തരണം എന്നുള്ള പ്രാർത്ഥനയും ഞങ്ങളിലുണ്ട്. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ഷൂട്ടിങ് ഇപ്പോൾ 2-3 ദിവസമായി തുടങ്ങിയിട്ട് കോഴിക്കോടും പരിസരത്തുമാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് ലൊക്കേഷൻ. പിന്നെ ഇത് ദുബായിലൊരു 5 ദിവസം ദുബായിലുണ്ട്, 2 ദിവസം പൂനെയിലുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ചെറിയൊരു പടം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഇതൊരു വലിയൊരു പടമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിരവധി ആർട്ടിസ്റ്റുകളും നിരവധി വലിയ എക്സ്പീരിയൻസുള്ള ടെക്നീഷ്യൻസും ഒക്കെയാണ് ഇതിനുള്ളത്. ഹായ്, BTVയുടെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ വെരി ബിഗ് ഹായ്. ഈ സിനിമ മുഴുനീളമായിട്ടും ഒരു ഹാസ്യം എന്ന് പറയുന്ന ഒരൊറ്റ എലമെൻറ്റിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമയാണ്. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒരു കംപ്ലീറ്റ് ഫൺ മൂവി ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഡി ഫോർ ഡാൻസിന് ശേഷം ഞാൻ കാപ്പിരിത്തുയത്ത് എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. അതിനുശേഷം അച്ചായൻസ് എന്ന് പറയുന്ന ഫൺ ആൻഡ് സസ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ, അതിൻ്റെ ഷൂട്ടിംഗ് തീർന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹലോ ദുബായ്. ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പ്രകാശൻ എന്നാണ്. പ്രകാശൻ ഒരു ഈ ദുബായ്ക്കാരൻ എന്നുള്ള ടാഗ് പ്രകാശന് വേണ്ടിയിട്ട് ഉള്ളതാണ്. എന്നാൽ പ്രകാശൻ ദുബായിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രകാശൻ ദുബായ് കണ്ടിട്ട് പോലുമില്ല. പ്രകാശൻ്റെ സ്വപ്നമാണ് ദുബായ്. എങ്ങനെയെങ്കിലും ദുബായിൽ എത്തണം എന്നുള്ള മോഹം ചെറുപ്പം മുതൽ, അതായത് പ്രകാശൻ്റെ ചെറുപ്പകാലത്ത് ഒരു പ്രവാസി നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്നൊരു സ്വീകരണവും അതുപോലെ തന്നെ അദ്ദേഹത്തിനുണ്ടാകുന്നൊരു ബഹുമാനവും ഒക്കെ കണ്ടിട്ട് അതിൽ ആകർഷണമായിട്ടാണ് പ്രകാശൻ തീരുമാനിക്കുന്നത്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ദുബായിലാണ് എൻ്റെ ജീവിതം, ദുബായിൽ മാത്രമേ ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ പുള്ളി നാട്ടിൽ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാവാത്ത ഒരു സിറ്റുവേഷനാണ് ഹലോ ദുബായ്ക്കാരൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്, ഒരു ത്രെഡ്. നമസ്കാരം. എല്ലാ മലയാളികളുടെയും സ്വപ്നഭൂമിയായ ദുബായിലേക്ക് പറക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനും അദ്ദേഹം നേരിടുന്ന പല പ്രശ്നങ്ങളും എങ്ങനെ അതിജീവിക്കുന്നു എന്നെല്ലാം വളരെ രസകരമായ ഒരു സ്ക്രിപ്റ്റിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് ഇവിടെ സംവിധായകൻ. എൻ്റെ ഇതിലെ കഥാപാത്രം ജോസഫ് ഏട്ടൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അഭയം തേടി എത്തുന്നത് ഞാൻ നടത്തുന്ന ഒരു ലോഡ്ജിലാണ്.
അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട് ഈ സിനിമയിൽ. ഒരുപാട് ഇമ്പ്രൂവൈസേഷനും ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു തികച്ചും എൻ്റർടൈനർ ആയിരിക്കും ഹലോ ദുബായ്ക്കാരൻ. എല്ലാവരെയും ഈ സിനിമ കാണാൻ ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ ഒരു ഹസൻ. ഈ വേഷം കണ്ട നിങ്ങൾക്ക് അറിയാലോ, ഒരു ഗുണ്ട ആണ്. അണ്ണൻ തമ്പി എന്നൊരു ക്യാരക്ടറാണ് ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, പടം വൻ വിജയമാക്കി തരിക. BTVയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീരജ. ഇതിൽ 2 നായികമാരാണുള്ളത്. അതിലൊരു നായിക ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു നായിക മാളവിക മേനോൻ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് നിർമ്മല എന്നാണ്. ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് നിർമ്മലയുടേത്. ഒരു തൻ്റേടി എന്നൊക്കെ വേണം പറയാം. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് നിർമ്മലയുടേത്. നമസ്കാരം. BTVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇതിലെ SI ക്രിസ്റ്റഫർ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്യുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഹലോ ദുബായ്ക്കാരൻ. അപ്പോൾ ദുബൈക്ക് എന്തൊക്കെയോ ഇതിനകത്തൊരു സ്ഥാനമുണ്ടെന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം, ഒരു ഗൾഫുകാരൻ ഗൾഫിലാണ് നമ്മുടെ ഒരു ബന്ധു ഉള്ളത്, അല്ലെ ഗൾഫിൽ നിന്ന് നമ്മുടെ ഒരു ബന്ധു വരുന്നു എന്നൊക്കെ പറയുന്നത് അത്ഭുതം തന്നെയാണ്. ഇന്നും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നും ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം ദുബൈയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നും ദുബൈക്ക് പോകുക എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ഒരു മാനസികോല്ലാസമുണ്ട്. ദുബൈയിൽ നിന്ന് ഒരാളെ വരുമ്പോൾ അയാളെ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ ദുബൈ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നർമ്മ മുഹൂർത്തങ്ങളിലൂടെയുള്ള ഒരു കഥയാണ് ഹരിശ്രീ യൂസഫും ബാബുരാജും കൂടെ ഒരുക്കിയിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് സിദ്ദീഖ് കോടിയത്തൂർ. നിങ്ങളൊക്കെ എന്നെ ഹോം സിനിമയിലൂടെ മാത്രമായിരിക്കും കണ്ടിട്ടുള്ളത്. എന്നാലിപ്പോൾ സിനിമയിലേക്ക് ഒരു പുതിയ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ അത്യാവശ്യം നല്ല ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ മാനേജറുടെ ഒരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സെറ്റിലുള്ള എല്ലാവരുടെയും ഡയറക്ടേഴ്സിൻ്റെയും എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. BTVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ഒരുപാട് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വേഷമാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല സീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ ഈ പടവും നിങ്ങൾ കാണണം, കണ്ട് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഹായ്, ഞാൻ നീന കുറുപ്പ്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ നാടായ കോഴിക്കോട്ടിലാണ്. സിനിമ നർമ്മം നിറഞ്ഞതാണെങ്കിൽ പോലും ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ ചേരുവകളും ഇതിലുണ്ട്. വെറും നർമ്മം മാത്രമല്ല, നമ്മൾ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുകയും നമുക്ക് നല്ലൊരു മെസ്സേജും കൂടെ തരുന്ന ഒരു സിനിമയാണ്. ഞാനിതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. സലീം കുമാറിൻ്റെ വൈഫായിട്ടാണ്. പിന്നെ നായകൻ്റെ സിസ്റ്ററാണ്. പിന്നെ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയില്ല. നിങ്ങൾക്ക് സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക്, കാരണം എല്ലാം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സിനിമ കാണാൻ വരില്ലല്ലോ. അതുകൊണ്ട് ഞാനധികമൊന്നും പറയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ടീമിൻ്റെ, പിന്നെ ഇതിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇതിൽ പല ഭാഗത്തു നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന ഇവരുടെ വലിയൊരു സ്നേഹക്കൂട്ടിൻ്റെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറയാം. ബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇതെന്ന് പറയാം. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് കൂട്ടുകുടുംബങ്ങൾ വളരെ കുറവായ സിനിമകളുണ്ടായി. ഇപ്പം കൂട്ടുകുടുംബമുള്ള സിനിമകളൊന്നും വളരെ കുറവാണ്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണിത്. ഇത് ഞങ്ങളൊരു കൂട്ടുകുടുംബ ഫാമിലിയാണ്. അമ്മ, അച്ഛൻ, അമ്മൂമ്മ, മക്കൾ, മരുമക്കൾ, മകൻ, അങ്ങനെയുള്ളൊരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു കഥയും കൂടിയാണ്. ഇത് വളരെ രസകരമായ രീതിയിൽ, അതായത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ എൻ്റെ ഭർത്താവായിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ്. എൻ്റെ മക്കളായിട്ട് നീന കുറുപ്പും ആദിലുമാണ്. ആദിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ മരുമകനായിട്ട് ചെയ്യുന്നത് നമുക്ക് പ്രിയപ്പെട്ട സലീം കുമാറാണ്. അപ്പം അമ്മൂമ്മയായിട്ട് ചെയ്യുന്നത് നിലമ്പൂർ ഐഷ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ, അതായത് ഇപ്പം നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും ദുബായിൽ നിന്നൊരു മക്കൾ വരിക എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ദുബായ്ക്കാരനായ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലോ ഭയങ്കര സന്തോഷമാണ്. അവരവിടെ ചെന്ന് കഷ്ടപ്പെടുകയാണ്, എന്ത് ചെയ്യുകയാണെന്ന് നമുക്കറിയണ്ട. അപ്പോൾ അതേപോലൊരു സാഹചര്യമാണ് ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങളുടെ മകൻ ദുബായ്ക്ക് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വരെ തരണം ചെയ്തു പോകുന്നതും അതിനെക്കുറിച്ചുള്ളതൊക്കെ വളരെ രസകരമായ രീതിയിൽ എല്ലാവർക്കും കാണുന്ന രീതിയിൽ, അതായത് കുടുംബസമേതം വന്ന് കാണുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ പടത്തിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷൻ കഴിഞ്ഞിട്ട് നാദിർഷ ഇതിൽ സോങ് ചെയ്തിരിക്കുന്ന നാദിർഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാട്ടുകളെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ധർമ്മജൻ, സുനിൽ സുഗത, ഇന്ദ്രൻസ്, അങ്ങനെ ആർട്ടിസ്റ്റ് നീന കുറുപ്പ്, അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ ഒരു നിര തന്നെയുണ്ട് ഈ പടത്തിൽ. തീർച്ചയായും നിങ്ങളെല്ലാവരും വരണം, ഈ പടം കാണണം, കണ്ട് വിജയിപ്പിക്കണം.